ഇന്റീരിയർ എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും അതിനെ വിചാരിക്കുന്നത് വളരെ ചെറിയ അല്ലെങ്കിൽ നിസ്സാരമായിട്ടുള്ള ഒന്നാണെന്നുള്ളതാണ്. പക്ഷേ അത് നിസ്സാരമല്ല. നമ്മൾ ഇന്റീരിയർ യഥാർത്ഥത്തിൽ വീട് പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ പ്ലാൻ ചെയ്യണം. അത് ഡിസൈനിങ് തൊട്ട് 2D 3D പിന്നെ അതിൻ്റെ ബാക്കി എന്തെങ്കിലും സോഫ്റ്റ്വെയർസ് ഉണ്ട് അത്, പിന്നെ അത് മാത്രമല്ല പ്രൊഡക്ഷൻ, അതിനുശേഷം എക്സിക്യൂഷൻ വരെ വരുന്നുണ്ട് നമ്മുടെ ഇൻറ്റീരിയർ വർക്ക് എന്ന് പറയുന്നത്. അതെങ്ങനെയാണെന്നുള്ള ഒരു 3 മിനിറ്റ് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് ഞാൻ നിൽക്കുന്നത് നമ്മുടെ സ്പെക്ട്രോ ഡെക്കോറാണ്, തൃശ്ശൂർ മുണ്ടൂർ. അപ്പോൾ ആദ്യം നമുക്ക് ഡിസൈനിങ്ങിലേക്ക് പോകാം അല്ലേ. ഡിസൈൻ നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത് വീട് പ്ലാൻ ചെയ്യുന്ന സമയത്താണ്. അതിനകത്ത് തന്നെ 3D കഴിഞ്ഞാൽ പിന്നെ 2D ആണ്. 2D കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സോഫ്റ്റ്വെയർ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതിൻ്റെതായിട്ടുള്ളൊരു സെക്ഷൻ നമുക്ക് സ്പെക്ട്രലുണ്ട്. പിന്നെ ഉള്ളത് വിർച്വൽ റിയാലിറ്റിയാണ്. വിർച്വൽ റിയാലിറ്റിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് പോകുന്നത് നേരെ എങ്ങോട്ടാണ്, നമ്മുടെ പ്രൊഡക്ഷനിലോട്ടാണ്. അപ്പോൾ നമുക്ക് പ്രൊഡക്ഷനിലോട്ട് പോകാം. ഇത് ഇവരുടെ പ്രസ്സിംഗ് മെഷീനാണ്. ഹൈഡ്രോളിക് കോൾഡ് പ്രസ്സാണ് നമ്മൾ പ്രസ്സിങ്ങിന് ഉപയോഗിക്കുന്നത്. 5 മണിക്കൂർ 6 മണിക്കൂറാണ് പ്രസ്സിങ്ങിലിടുന്നത്. അതിൽ കൃത്യമായിട്ട് പ്രസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അടുത്ത പ്രോസസ്സിലേക്ക് പോകുന്നത്. അടുത്ത പ്രോസസ്സ് ഏതാണെന്ന് പറയാം. ഇത് നമ്മുടെ പ്ലൈവുഡിൽ പേസ്റ്റ് ചെയ്യുന്ന ലാമിനേറ്റാണ് ഓരോന്നായിട്ട് ഇവിടെ വെച്ചിരിക്കുന്നത്. പ്രസ്സിങ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വന്നിട്ട് കട്ടിംഗ് ആണ്. അതിൽ കട്ടിംഗ് ലിസ്റ്റ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഫുള്ളി മാനുഫാക്ചർ ചെയ്യുന്നത് ഫുള്ളി ഓട്ടോമാറ്റഡ് മെഷീൻസ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇത് ബീം സോയാണ് കട്ടിങ്ങിനായിട്ട് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ട് എഡ്ജ് മെഷീനാണ്. നമ്മൾ ഏതൊരു സാധനം പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അതിൻ്റെ സൈഡിൽ നമ്മൾ കൃത്യമായിട്ട് എഡ്ജ് ബാൻഡ് ചെയ്ത് വേണം. ആ എഡ്ജ് ബാൻഡാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ഫിനിഷ് നൽകുന്നത്. ഇത് ആ എഡ്ജ് ബാൻഡിങ് മെഷീനാണ് ഈ കൊടുത്തിരിക്കുന്നത്. അടുത്ത എന്താണ് മൾട്ടി ബോറിംഗ് മെഷീൻ. അതായത് നമ്മൾ എഡ്ജ് ബാൻഡ് എല്ലാം ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ഇതാണ് ബോർ ചെയ്യുക എന്ന് പറയുന്നത്. ഇങ്ങനെ ഹോൾസ് എല്ലാം ആയിട്ട് ആ മൾട്ടി ബോറിംഗ് ചെയ്യുന്ന മെഷീനാണ് എൻ്റെ ബാക്കിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇതിന് ശേഷമാണ് ഡെസ്പാച്ചിങ് നടക്കുന്നത്. ഡെസ്പാച്ചിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വീട്ടിലോട്ട് അവർക്ക് ആവശ്യമുള്ള എന്താണോ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന പ്രൊഡക്റ്റ് അത് കൃത്യമായിട്ട് അവരുടെ പേര് എഴുതി ഡെസ്പാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഒരു ഇൻറ്റീരിയർ വർക്ക് പൂർത്തിയാകുന്നത്, അല്ലെ പൂർത്തിയാക്കുന്നത്. സ്പെക്ട്രോ ഡെക്കോർ ഞാൻ പറഞ്ഞു തൃശ്ശൂർ മുണ്ടൂരാണ്. അവർ നമ്പർ താഴെ എഴുതി പോകുന്നുണ്ട്. കേരളത്തിൽ എല്ലായിടത്തും അവർ വർക്ക് ചെയ്യുന്നുണ്ട്. കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ മുഴുവൻ അവർ വർക്ക് എടുത്ത് ചെയ്യുന്നുണ്ട്. ഇന്ത്യയുടെ ഏത് വർക്കും അവർ ചെയ്യുന്നതായിരിക്കും. സോ നമ്പർ കൊടുത്തേക്കാം, നേരിട്ട് വിളിച്ചോ. എൻ്റെ വീട് ചെയ്തത് ഇവരാണ്. 3 വർഷമായി. ഞാനൊരു സാറ്റിസ്ഫൈഡ് കസ്റ്റമർ കൂടിയാണ്. അപ്പോൾ കാണാം. നന്ദി. വീണ്ടും വരും.